ഓങ്കോളജിസ്റ്റിൻ്റെ നൈറ്റ് മെയറാണ്. അതായത് നമ്മുടെ ഒരു നൈറ്റ് മെയറാണ് ഇങ്ങനൊരു ഡയഗ്നോസായിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ അങ്ങനെയുള്ള ക്യാൻസറുകളുണ്ട്. ലൈക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അനപ്ലാസ്റ്റിക് തൈറോയ്ഡ് കാർസിനോമ, അത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റേജ് 4 ആണ്. ഓക്കെ, അത് സ്റ്റേജ് 4ലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീടുള്ളതൊരു ചിന്തിക്കാനാണെങ്കിൽ ബ്രെയിൻ സ്റ്റെം ഗ്ലയോമ എന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോഴത്തേനും സംടൈംസ് വി മേ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഡെത്ത് സെൻറ്റൻസ്. അതിന് റേഡിയേഷനാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. ബട്ട് ഒരു 9 to 12 months സർവൈവൽ വി കൈൻഡ് ഓഫ് എക്സ്പെക്റ്റ് ഓൺലി ദാറ്റ് മച്ച്. അതും ഒരു സർവൈവൽ കുറഞ്ഞ ഒരു ക്യാൻസറാണ്. പക്ഷേ നമ്മൾ റൊട്ടീനായിട്ട്, ഇതെല്ലാം റെയറായിട്ടുള്ള ക്യാൻസറുകളാണ്. റൊട്ടീനായിട്ട് കാണുന്ന കുട്ടികളിൽ വരുന്ന ക്യാൻസറുകളൊക്കെ നല്ല സർവൈവലുള്ള ക്യാൻസറുകളാണ് പൊതുവെ. ബ്രെയിൻ സ്റ്റെം ഗ്ലയോമ കൂടുതലായിട്ടും കുട്ടികളിലാണ് കാണുന്നതെങ്കിലും അതൊരു റെയർ എൻറ്റിറ്റിയാണ്. കുട്ടികളിലായിട്ട് കാണുന്ന പല ബ്ലാസ്റ്റോമകളും ഏവിങ് സാർക്കോമകളും എല്ലാം നല്ല പ്രോഗ്നോസിസ് ഉള്ള ക്യാൻസറുകളാണ്. ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഒരു 100 വെറൈറ്റികളുണ്ട്. അതിൽ നല്ല വെറൈറ്റികളാണ് ബഹുഭൂരിപക്ഷവും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്യൂർ ചെയ്ത്, നമ്മുടെ ഇടയിൽ ക്യാൻസർ ക്യൂർ ചെയ്ത് നടക്കുന്ന ഒരുപാട് ആളുകൾ കാണും. നമുക്കവർക്ക് ക്യാൻസർ ആണോ വന്നവരാണോ അല്ലയോ എന്നുള്ളത് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാർ കാണും. സോ നല്ല പ്രോഗ്നോസിസ് ഉള്ള ഒരുപാട് ക്യാൻസറുകളുണ്ട്. പ്രോസ്റ്റേറ്റ് എയർലി സ്റ്റേജിൽ കണ്ടുപിടിക്കപ്പെട്ടാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്സ് ക്യാൻസർ, എൻഡോമെട്രിയം, ഇതെല്ലാം നല്ല പ്രോഗ്നോസിസ് ഉള്ള ക്യാൻസറുകളാണ്. പിന്നെ ഓഫ് ലൈറ്റ് കുറച്ച് റെയറായിട്ടുള്ള ട്യൂമറുകളുണ്ട്. ഈ പറയുന്നത് പോലെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ക്യാൻസറുകൾ കാണാം. പിന്നെ നമ്മൾ ഏത് ക്യാൻസർ ആണെങ്കിലും കുറച്ച് അഡ്വാൻസ് സ്റ്റേജിലാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ലായിരിക്കാം. എന്നാലും ഇന്നത്തെ മെഡിക്കൽ സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അസുഖം കൺട്രോൾ ചെയ്ത് നല്ല ഒരു കാലത്തേക്ക്, പണ്ട് കാലത്താണ് ഒരു 20 വർഷം മുമ്പാണെങ്കിൽ 6 മാസം 1 വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം പുതിയ മെഡിസിൻസും പുതിയ ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കുകളും, സർജറിയിൽ വന്ന പുതിയ ചേഞ്ചസ്, റേഡിയേഷനിൽ വന്ന ചേഞ്ചസ്, മെഡിക്കൽ ഓങ്കോളജിയിൽ ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് വന്നത് വെച്ച് നമുക്ക് അവരുടെ ലൈഫ് നല്ല രീതിയിൽ പ്രൊലോങ് ചെയ്യാം. അതും ഒരു ക്വാളിറ്റി ലൈഫ് നല്ല രീതിയിൽ പ്രൊലോങ് ചെയ്യാം. നമ്മളെന്താ പറയുക, ഇപ്പം ഷുഗറും BP ഒക്കെ വന്നവരും ഒന്നും ഇവർ ഡയബറ്റീസിൽ നിന്നും ഹൈപ്പർ ടെൻഷനിൽ നിന്നും ക്യൂർ ആകുന്നില്ല. അവരെല്ലാം അത് കൺട്രോൾ ചെയ്ത് ജീവിക്കുകയാണ് മുമ്പോട്ട്. അതുപോലെ തന്നെ ക്യാൻസർ ഇങ്ങനെ വന്നവരുടെയും ഒരു 30% ആൾക്കാരെങ്കിലും അങ്ങനെയാണ്. അഡ്വാൻസ് സ്റ്റേജിൽ വന്നവർ നമുക്കിപ്പം ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഉണ്ട്. റേഡിയേഷനിലാണെങ്കിലും സർജറിയിലാണെങ്കിലും കീമോതെറാപ്പിയിലാണെങ്കിലും അത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ സർവൈവൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, സ്റ്റേജ് 4 ആണെങ്കിൽ കൂടി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ സർവൈവൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ കാര്യം ഏർലി ഡിറ്റക്ഷൻ എന്നുള്ളതാണ്. അതായത് ക്യാൻസർ ഒരു സിംറ്റം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അപ്പോൾ അതിനാണ് നമുക്ക് സ്ക്രീനിങ് പ്രോഗ്രാമുകളൊക്കെ ഉള്ളത്. ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ഞാൻ പറഞ്ഞു, കാർസിനോമ സ്തനാർബുദമാണ്, കാർസിനോമ ബ്രസ്റ്റ്. പിന്നെ ലങ് ക്യാൻസറുണ്ട്, വായിൽ വരുന്ന ക്യാൻസറുണ്ട്, ഗർഭാശയ ഗള ക്യാൻസർ, കാർസിനോമ യൂട്രൈൻ സെർവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ക്യാൻസറുകൾക്ക് സ്ക്രീനിങ് വഴി ഡിറ്റക്റ്റ് ചെയ്ത് എയർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാനും പറ്റും. കുറച്ച് ട്രീറ്റ്മെൻറ്റുകളും മതിയും താനും. നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടി വരും.